പാർലമെന്റിൽ നിന്നും നിർണായകമായ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരത്തിന് അരങ്ങൊരുങ്ങുകയാണ്. എൻഡിയുടെ ഭാഗത്തു നിന്ന് ഓം ബിർളയും പ്രതിപക്ഷത്തു നിന്ന് കൊടിക്കുന്നിൽ സുരേഷും പത്രിക സമർപ്പിച്ചു. നാളെ രാവിലെ 11 മണിക്കാണ് തെരഞ്ഞെടുപ്പ്. ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഏതെങ്കിലും പാർട്ടിക്കാകണമെന്ന് പറയുന്നത് ശരിയല്ല എന്ന് പീയൂഷ് ഗോയൽ പറഞ്ഞു. എന്നാൽ ജയിക്കുന്നതോ തോൽക്കുന്നതോ അല്ല, സഭയിലെ കീഴ്വഴക്കം ലംഘിക്കപ്പെട്ടതിന് എതിരെയാണ് പോരാട്ടമെന്നാണ് കൊടിക്കുന്നിലിന്റെ പ്രതികരണം. Whether winning or losing, there is a convention in Lok Sabha. So speaker will be in the ruling party, or opposition will be the deputy speaker. Last two Lok Sabha, they denied us because they said you are not a recognized opposition. Now we are a recognized opposition. The deputy speaker is right for us, but they are not ready to give us. Again, till 11:50, we are waiting for the reply from the government side, but they didn't give any reply. ഡൽഹിയിൽ നിന്നും അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനൂപ്, കൊടിക്കുന്നിലിന്റെ വാക്കുകൾ കേട്ടു, നയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു പ്രതിഷേധം കൂടിയാണ്, ആ ഒരു സ്വരം കൂടി ഉയരുന്നുണ്ട്. എന്തായാലും ചരിത്രത്തിൽ ആദ്യമാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രോട്ടം സ്പീക്കർ സ്ഥാനവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ്. എന്തായാലും ഒരു ചർച്ചയൊക്കെ ഇതിനു മുൻപ് നടന്നിരുന്നു, അതും എന്തായാലും ഫലം കണ്ടിട്ടില്ല. നാളെ ആയിരിക്കും തെരഞ്ഞെടുപ്പ് അല്ലേ? നാളെ രാവിലെ 11 മണിക്കാണ് വോട്ടെടുപ്പ്. എന്തായാലും ഓം ബിർള വിജയിക്കാനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത്. NDA സഖ്യകക്ഷിക്ക് സഖ്യകക്ഷി കൂടി ചേർക്കുമ്പോൾ BJPക്ക് വിജയിക്കാനുള്ള ഒരു വോട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഇതിലൊരു പ്രശ്നം, ഒരു സന്ദേശം പ്രതിപക്ഷം ഭരണപക്ഷത്തിനും ഒപ്പം തന്നെ രാജ്യത്തിനും നൽകുകയാണ്. ഒന്നാമത്തേത്, കഴിഞ്ഞ തവണ വരെയുള്ള ഒരു ദുർബലമായ പ്രതിപക്ഷമല്ല ഞങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾ ശക്തമായി ഇവിടെ ഉണ്ട് എന്ന ഒരു പ്രഖ്യാപനമാണ് ഈ മത്സരത്തിലൂടെ പ്രതിപക്ഷം ഇന്ത്യ സഖ്യം ഉദ്ദേശിക്കുന്നത്. വിജയിക്കാൻ ആവശ്യമായ എണ്ണത്തിലൊരു 50-60 ആളുകളുടെ കുറവ് ഇന്ത്യ സഖ്യത്തിനുണ്ടാവും. പക്ഷേ എങ്കിൽ പോലും ഞാൻ മറ്റ് MP-മാരുടെ പിന്തുണ തേടുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പിന്തുടർന്ന് വന്ന ഒരു രീതി, സ്പീക്കർ സ്ഥാനം ഭരിക്കുന്ന കക്ഷിയിൽപ്പെട്ട ആളുകളാണ് എങ്കിൽ പ്രതിപക്ഷത്തുള്ള ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകുക എന്നതായിരുന്നു. പക്ഷേ ആ കീഴ്വഴക്കത്തെ ഇല്ലാതാക്കുന്നു. പ്രോം ടൈം സ്പീക്കർ പദവി ഏറ്റവും മുതിർന്ന അംഗത്തിന് നൽകേണ്ടുന്ന കീഴ്വഴക്കം ഇല്ലാതാക്കുന്നു. ഇങ്ങനെ കീഴ്വഴക്കങ്ങൾ ഇല്ലാതാക്കി മുന്നോട്ട് പോകുന്ന സർക്കാരിനെതിരെയുള്ള പോരാട്ടമാണ് ഞങ്ങൾ നടത്തുന്നതെന്ന് ഇന്ത്യ സഖ്യം പറയുന്നുണ്ട്. എന്തായാലും നാളെ രാവിലെ 11 മണിക്ക് മത്സരം. NDA പ്രതീക്ഷിക്കാത്ത മത്സരമാണ്, എന്നാൽ ഇന്ത്യ സഖ്യം ഒരുങ്ങിയിറങ്ങിയ മത്സരവുമാണ്. അതെ, അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്.